ഹലോ, നമസ്കാരം. ഡാറ്റാബേസ് ടെക്നോളജീസിൻ്റെ അടുത്ത സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് മിനു ജെൻറ്റി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ SQL എന്ന ക്വറി ലാംഗ്വേജിലെ ചില ക്വറീസ് പഠിച്ചു. പിന്നെ സ്പെഷ്യലായിട്ടും സെലക്ട് ക്വറിയിൽ നമുക്ക് പല രീതിയിലുള്ള സെലക്ഷൻസ് നടത്താൻ വേണ്ടി റോ വൈസ് അല്ലെങ്കിൽ കോളം വൈസ് സെലക്ഷൻ, അതിൽ തന്നെ കണ്ടീഷൻസ് കൊടുത്ത് ഡ്യൂപ്ലിക്കേഷൻ ഇല്ലാതെ അങ്ങനെ പല ടൈപ്സ് ഓഫ് സെലക്ഷൻ, മെമ്പർഷിപ്പ് ടെസ്റ്റിംഗ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ്. പാറ്റേൺ മാച്ചിങ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. പാറ്റേൺ മാച്ചിങ്ങും മറ്റു കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യം പാറ്റേൺ മാച്ചിങ് തന്നെ നോക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസവും ഡീൽ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ടേബിൾ റിലേഷനാണ് സെയിൽസ് റെപ്പ് എന്ന് പറയുന്നത്. ഇതിനകത്ത് 10 റോസ് ഉണ്ട്. ഇപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം സെയിൽസ് റെപ്പ് എന്ന കമാൻഡ് കൊടുത്തപ്പോൾ നമ്മുടെ 10 റോയും ഇൻക്ലൂഡിങ് ഓൾ ദി ആട്രിബ്യൂട്ട്സ് പ്രിന്റ് ചെയ്ത് വന്നു. ഇനി പാറ്റേൺ മാച്ചിങ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ പാറ്റേൺസിനെ കണ്ടുപിടിക്കുകയാണ് പാറ്റേൺ മാച്ചിങ് വഴി. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാറ്റേൺ മാച്ചിങ് സ്ട്രിംഗ് ടൈപ്സ് ഓഫ് ഡേറ്റയിൽ മാത്രമേ പറ്റുള്ളൂ. പാറ്റേൺ സ്ട്രിങ്ങിലേ പറ്റുള്ളൂ. അതായത് ക്യാർ അല്ലെങ്കിൽ വാർ ക്യാർ അങ്ങനെയുള്ള ഡേറ്റയിൽ മാത്രമേ നമുക്ക് പാറ്റേൺ മാച്ചിങ് പറ്റുള്ളൂ. കാരണം പാറ്റേൺ ഒരു സ്ട്രിങ് ആണ്, മാച്ച് ചെയ്യപ്പെടേണ്ടതും ഒരു സ്ട്രിങ് ആണ്. സ്ട്രിങ് ടു സ്ട്രിങ് മാച്ചിങ് മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഏകദേശം റെഗുലർ എക്സ്പ്രഷൻ പോലെ തന്നെയാണ് ഈ പാറ്റേൺ മാച്ചിങ്ങും. പക്ഷെ നമുക്ക് മെയിനായിട്ടും 2 ടൈപ്സ് ഓഫ് മാച്ചിങ് ആണ് ഇവിടെ നടക്കുക. നോർമലി നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 2 ടൈപ്സ് ഓഫ് പാറ്റേൺ മാച്ചിങ് ആണ്. അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ടേബിൾ കാണുമ്പോൾ അറിയാം. ഓക്കെ, ബില്ലി ആഡംസ്, മേരി ജോൺസ്, സ്യൂ സ്മിത്ത്, സാം ക്ലാർക്ക്, കുറേ പേരുകളുണ്ട്. ഇവിടെ ആകെ നെയിം മാത്രമാണ് ഒരു സ്ട്രിങ് ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ വാർക്യാർ എന്നുള്ളൊരു ഡാറ്റ ടൈപ്പ് ഉള്ള ഒരു ആട്രിബ്യൂട്ട്. അപ്പോൾ നമുക്ക് നെയിം എന്ന് പറയുന്ന ഈ ആട്രിബ്യൂട്ടിൽ പാറ്റേൺ മാച്ചിങ് നോക്കാം. പാറ്റേൺ മാച്ചിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കീവേഡ് അല്ലെങ്കിൽ കമാൻഡ് ആണ് ലൈക്ക് എന്ന് പറയുന്നത്. ലൈക്ക്, LIKE. ലൈക്കിൻ്റെ കൂടെ ചില വൈൽഡ് കാർഡ് ക്യാരക്ടേഴ്സും കൂടി നമ്മൾ ഉപയോഗിക്കും. അപ്പം നമുക്കൊരു എക്സാമ്പിൾ വഴി ഇതെങ്ങനെയാണ് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് അതിൻ്റെ ക്വറി എഴുതാം. സെലക്ട് നെയിം തന്നെ അല്ലെങ്കിൽ സെലക്ട് സ്റ്റാർ കൊടുക്കാം. എല്ലാം ഇരുന്നോട്ടെ. സെലക്ട് സ്റ്റാർ ഫ്രം സെയിൽസ് റെപ്പ് വേർ. ഇനിയാണ് നമ്മൾ ഈ പാറ്റേൺ മാച്ചിങ് തന്നെ നമ്മളൊരു കണ്ടീഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നെയിമിലെ എന്തോ ഒരു പാറ്റേൺ നമ്മൾ പറഞ്ഞു കൊടുക്കും. ആ പാറ്റേണുമായിട്ട് മാച്ച് ആവുന്ന നെയിംസ് ഉള്ളവരെ പ്രിന്റ് ചെയ്ത് കാണിക്കുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വേർ നെയിം ലൈക്ക്. ഇനിയാണ് നമ്മുടെ പാറ്റേൺ കൊടുക്കുന്നത് B%. നമുക്ക് നോക്കാം എന്ത് പ്രിന്റ് ആയി വരും എന്ന്. നൗ ബിൽ ആഡംസ്, ബോബ് സ്മിത്ത്. എന്താണ് ഇവിടെ നടന്നതെന്ന് മനസ്സിലായോ? നമുക്ക് ഈ ക്വറി ഒന്ന് അനലൈസ് ചെയ്യാം. സെലക്ട് സ്റ്റാർ ഫ്രം സെയിൽസ് റെപ്പ്. ഓക്കെ, ഫൈൻ. എല്ലാ ആട്രിബ്യൂട്ട്സും സെലക്ട് ചെയ്യുക. വേർ നെയിം ലൈക്ക് B%. നെയിം എന്ത് പാറ്റേണുമായിട്ട് മാച്ച് ചെയ്യണം? B% എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു പാറ്റേണുമായിട്ട് മാച്ച് ചെയ്യുക. അങ്ങനെയുള്ള നെയിംസ് ഉള്ളവരുടെ എല്ലാ ഡീറ്റെയിൽസും പ്രിന്റ് ചെയ്ത് കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പെർസെൻറ്റേജ് സിമ്പൽ എന്തിനുപയോഗിക്കുന്നതാണ് എന്ന് നമ്മൾ അറിയണം. ഈ പെർസെൻറ്റേജ് സിമ്പൽ എവിടെ കൊടുക്കുന്നോ അവിടെ 0 or more ക്യാരക്ടേഴ്സ് വന്ന് ഫില്ല് ചെയ്യുന്നു. അപ്പോൾ B തുടങ്ങുന്നു, Bക്ക് ശേഷം 0 or more ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ പാറ്റേൺ മാച്ച് ആവും. സ്റ്റാർട്ടിങ് B എന്നല്ല പെർസെൻറ്റേജ് സിമ്പൽ പറഞ്ഞു കൊടുക്കുന്നത്. പെർസെൻറ്റേജ് സിമ്പലിൻ്റെ സ്ഥാനത്ത് 0 or more ക്യാരക്ടേഴ്സിന് വന്ന് അതിൻ്റെ സീക്വൻസിന് വന്നെന്നറിയാം. അതാണ് പെർസെൻറ്റേജ് സൈൻ എന്ന വൈൽഡ് കാർഡ് ക്യാരക്ടറിൻ്റെ മീനിങ്. ഇനി മറ്റൊരു വൈൽഡ് കാർഡ് ക്യാരക്ടർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, എക്സാക്ട്ലി 1 ക്യാരക്ടർ. അതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഫൈൻ. സെലക്ട് സ്റ്റാർ ഫ്രം സെയിൽസ് റെപ്പ് വേർ നെയിം ലൈക്ക്
_b സ്മിത്ത്. ഇവിടെ എന്താ സംഭവിക്കുക? അണ്ടർസ്കോറിന്റെ സ്ഥാനത്ത് ഒരു ക്യാരക്ടറിന് വന്നെന്ന് അറിയാം, ബോബ് സ്മിത്ത്. എന്തുകൊണ്ടാണ് ബോബ് സ്മിത്ത് മാച്ച് ആയത്? ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന പാറ്റേൺ ഇതാണ്, ബി, ക്യാപിറ്റൽ ബി, അതിനുശേഷം ഏതോ ഒരു ക്യാരക്ടറിന് വരാം, അതിനുശേഷം സ്മോൾ ബി സ്പേസ് സ്മിത്ത്. ഈ പാറ്റേൺ മാച്ച് ആണ്. അപ്പോൾ ബി ഒ തന്നെ ആവണം എന്നില്ല, ആ ഒയുടെ സ്ഥാനത്ത് ഏതൊരു ക്യാരക്ടർ വന്നാലും ഈ പർട്ടിക്കുലർ പാറ്റേൺ മാച്ച് ആവും. ഇപ്പോൾ പെർസെൻറ്റേജ് സിമ്പലും അണ്ടർസ്കോറുമാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന വൈൽഡ് കാർഡ് ക്യാരക്ടേഴ്സ്. ഈ വൈൽഡ് കാർഡ് ക്യാരക്ടേഴ്സ് ഒരു പാറ്റേണിൻ്റെ തുടക്കത്തിലോ ഇടയ്ക്കോ അവസാനത്തിലോ എവിടെ വേണേലും വരാം, അതിൽ ഒന്നും പ്രശ്നമില്ല. ഇപ്പം ഈ ഒരു കേസിൽ പെർസെൻറ്റേജ് സിമ്പിൾ കൊടുത്ത B% എന്ന് കൊടുത്ത സ്ഥലത്ത് വൈൽഡ് കാർഡ് ക്യാരക്ടർ എൻഡിങ്ങിലാണ് വന്നത്. രണ്ടാമത്തെ കേസിൽ വൈൽഡ് കാർഡ് ക്യാരക്ടർ ഒരു മിഡിൽ പ്ലേസിലാണ് വന്നത്. അപ്പോൾ നമുക്ക് സിമിലർ ആയിട്ടുള്ള നെയിംസ് ഇല്ല, അല്ലായിരുന്നുവെങ്കിൽ നമുക്ക് വേറെയും കൂടെ ചെക്ക് ചെയ്ത് നോക്കാമായിരുന്നു. ഇങ്ങനെ ഓക്കെ, ഇങ്ങനെയാണ് അത് നടക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു നെയിം ലൈക്ക് %th. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പം വൈൽഡ് കാർഡ് ക്യാരക്ടർ ബിഗിനിങ്ങിൽ വന്നു. ഇവിടെ സെയിൽസ് റെപ്പിൽ നെയിം ലൈക്ക് %th ആണ് ലാസ്റ്റ് വരുന്നത്. അതിന് മുൻപ് പെർസെൻറ്റേജ് സിമ്പിളാണ് കൊടുത്തിരിക്കുന്നത്, വിച്ച് മീൻസ് എത്ര 0 or more occurrence ഓഫ് ക്യാരക്ടേഴ്സ് വരാം. അപ്പോൾ TH അവസാനിക്കുന്ന സ്യൂ സ്മിത്തും ബോബ് സ്മിത്തും ഉണ്ട്, അവരുടെ ഡീറ്റെയിൽസ് വന്നു. അപ്പോൾ ഇങ്ങനെ ബിഗിനിങ്ങിലോ എൻഡിങ്ങിലോ മിഡിലിലോ നമുക്ക് വൈൽഡ് കാർഡ് ക്യാരക്ടേഴ്സ് കൊടുക്കാം. ഈ രണ്ട് വൈൽഡ് കാർഡ് ക്യാരക്ടേഴ്സിനും രണ്ട് മീനിങ് ആണ്. പെർസെൻറ്റേജ് സിമ്പിൾ കൊടുക്കുകയാണെങ്കിൽ വിച്ച് ഇറ്റ് മീൻസ് ദാറ്റ് 0 or more occurrence ഓഫ് ക്യാരക്ടേഴ്സ് സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ക്യാൻ ബി ദർ. അണ്ടർസ്കോർ ആണെങ്കിൽ എക്സാക്ട്ലി 1 occurrence സിംഗിൾ ക്യാരക്ടറിൻ്റെ മാച്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ അണ്ടർസ്കോർ കൊടുക്കുന്നത്. ഇതിനെ നമ്മൾ വൈൽഡ് കാർഡ് ക്യാരക്ടർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമുക്ക് മെയിനായിട്ടും ചെക്ക് ചെയ്യാനുള്ളത്. അപ്പം ഈ പാറ്റേൺ മാച്ചിങ്ങിൽ നമ്മൾ വൈൽഡ് കാർഡ് ക്യാരക്ടേഴ്സ് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല, ലൈക്ക് എന്ന് പറയുന്ന ആ ഒരു ക്വറി കമാൻഡും കൂടെ കൊടുക്കണം, ആ ഒരു ക്ലോസും കൂടെ കൊടുക്കണം. നെയിം ലൈക്ക് ഈ പറയുന്ന പാറ്റേണുമായിട്ട് ലൈക്ക് ആവുന്ന, ഐ മീൻ മാച്ചിങ് വരുന്ന നെയിംസ് എന്നുള്ളൊരു കണ്ടീഷനാണ് നമ്മളോട് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ കണ്ടീഷനകത്ത് വേർ ക്ലോസിനകത്താണ് കൊടുക്കുന്നത്. അതും പ്രത്യേകം ഓർത്തിരിക്കുക. നമ്മൾ പാറ്റേൺ മാച്ചിങ് ഒക്കെ ചെയ്യുന്നത് വേർ ക്ലോസിനകത്താണ്. പിന്നെ ഓർത്തിരിക്കേണ്ട കാര്യം, പാറ്റേൺ മാച്ചിങ് സ്ട്രിങ് ആയിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പിൽ മാത്രമേ നമുക്ക് നടക്കുകയുള്ളൂ. പാറ്റേണും ഒരു സ്ട്രിങ് ആണ്, മാച്ച് ചെയ്യേണ്ടതും ഒരു സ്ട്രിങ് വെച്ചിട്ടായിരിക്കണം. ഫൈൻ. ഇനി നമുക്കൊന്നും കൂടി നമ്മുടെ ടേബിളിലെ കണ്ടൻസിനെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നൾ വാല്യൂ ടെസ്റ്റിംഗ് ആണ്. അപ്പം നമുക്കറിയാം ടോം സ്നൈഡറിൻ്റെ റെപ്പ് ഓഫീസും കോട്ടയും നള്ളാണ്. ചില ആട്രിബ്യൂട്ട്സ് നള്ളാണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നള്ളായിട്ടുള്ളവരെ മാത്രം എടുക്കുക, അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നള്ളാണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് നോർമൽ ഈക്വൽ ടു ഓപ്പറേഷൻ പറ്റില്ല. കാണിച്ചു തരാം എന്തുകൊണ്ടാണെന്ന്. ഞാനിപ്പോൾ റെപ്പ് ഓഫീസ് നള്ളായിട്ടുള്ള എല്ലാവരുടെയും പേര് സെലക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പം ഞാൻ പേര് മാത്രം മതി, അതുകൊണ്ട് സെലക്ട് നെയിം ഫ്രം ഏത് ടേബിളിലാണ്? സെയിൽസ് റെപ്പ്. ഇനി കണ്ടീഷൻ എന്താണ്? വേർ റെപ്പ് അണ്ടർസ്കോർ ഓഫീസ് ഈക്വൽ ടു നൾ. ഇത് വർക്ക് ആവില്ല, കാരണം നമുക്ക് നള്ളിനെ ജസ്റ്റ് ഒരു ഇക്വാളിറ്റി ചെക്കിങ്ങിലൂടെ, ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു ചെക്കിങ്ങിലൂടെ നമുക്ക് നള്ളാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു രീതി. നമുക്ക് നള്ളാണോ എന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു എംപ്റ്റി സെറ്റാണ് കിട്ടുക, നമുക്ക് ആക്ച്വൽ റിസൾട്ട് കിട്ടില്ല. നള്ളാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി, നൾ വാല്യൂ ടെസ്റ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റൊരു കമാൻഡാണ്. അപ്പം നമുക്ക് ചെയ്തത് പകുതി വരെ ശരിയാണ്. സെലക്ട് നെയിം ഫ്രം സെയിൽസ് റെപ്പ് വേർ റെപ്പ് ഓഫീസ് ഇസ് നൾ. ഇസ് നൾ എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ, അത് ഒരു ആസ് എ സിംഗിൾ കീവേഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇസ് നൾ എന്ന് പറയുന്ന ആ ഒരു കമാൻഡ് വെച്ചിട്ടാണ് റെപ്പ് ഓഫീസ് നള്ളാണോ അല്ലയോ എന്ന് നമ്മൾ നോക്കുന്നത്.
ഇനി നമ്മൾ പ്രിന്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ടോം സ്നൈഡറിന്റെ നമുക്ക് പേര് നമുക്ക് കിട്ടും. ഇങ്ങനെ മാത്രമേ നമുക്ക് നൾ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പം ഈക്വാളിറ്റി വെച്ചിട്ട് നൾ വാല്യൂവിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. നൾ ആണോ ആണ് എന്ന് സ്ഥാപിച്ചെടുക്കാനാണെങ്കിൽ ഇസ് നൾ ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി നൾ അല്ലാത്തവരെ വേണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇസ് നോട്ട് നൾ ആണ് വേണ്ടത്. അപ്പൊ ഇസിന്റെ ഇടയിൽ നോട്ട് നൾ. ഇവിടെ എന്ത് സംഭവിക്കും? സെലക്ട് നെയിം ഫ്രം സെയിൽസ് റെപ്പ് വേർ റെപ്പ് ഓഫീസ് ഇസ് നോട്ട് നൾ. അപ്പൊ നൾ അല്ലാത്ത റെപ്പ് ഓഫീസ് ഉള്ള എല്ലാവരെയും പ്രിന്റ് ചെയ്ത് കാണിക്കുക യെസ്. ടോം സ്നൈഡർ ഒഴിച്ച് ബാക്കി 9 പേരുടെ പേരുകളും നമുക്ക് കിട്ടും. ഇതാണ് നൾ വാല്യൂ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇസ് നൾ, ഇസ് നോട്ട് നൾ എന്ന 2 കീവേഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നൾ വാല്യൂ ടെസ്റ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഓർക്കുക, നമുക്ക് ഇക്വാളിറ്റി വെച്ചിട്ട് ടെസ്റ്റിംഗ് പറ്റില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് ഓർഡറിംഗ് ആണ്, അല്ലെങ്കിൽ സോർട്ടിംഗ് ആണ്. ക്വറി നമ്മളിങ്ങനെ നെയിം പ്രിന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആട്രിബ്യൂട്ട്സും പ്രിന്റ് ചെയ്യുന്നു, എന്തെങ്കിലും ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് പ്രിന്റ് ചെയ്യുന്നു. പക്ഷേ അതിനൊരു ഓർഡർ ഇല്ല. ആ ടേബിളിൽ എങ്ങനെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നോ ആ ഒരു പർട്ടിക്കുലർ ഓർഡറിൽ തന്നെയാണ് വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യപ്പെടുന്നത്. പക്ഷേ എനിക്കതല്ല, എനിക്ക് എൻ്റെതായ ഒരു ഓർഡറിൽ വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യപ്പെടണം. എൻ്റെതായതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ടിൻ്റെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ഡിസ്പ്ലേ ചെയ്യപ്പെടണം. അങ്ങനെ വരുമ്പോൾ എനിക്ക് ഉപയോഗിക്കാവുന്ന ഒരു ക്ലോസ് ആണ് വേർ കണ്ടീഷൻ പോലെ, വേർ ക്ലോസ് പോലെ എനിക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ക്ലോസ് ആണ് ഓർഡർ ബൈ. ഓർഡർ ബൈ ക്ലോസ് ഉപയോഗിച്ച് നമുക്ക് ക്വറിയുടെ റിസൾട്ടിനെ സോർട്ട് ചെയ്യാൻ പറ്റും കോളംസിന്റെ വാല്യൂസിന്റെ ബേസിസിൽ. നമുക്കപ്പോൾ ഒരു എക്സാമ്പിൾ വഴി തന്നെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഓർഡർ ബൈ ചെയ്യുന്നതെന്ന്. സെലക്ട് സ്റ്റാർ ഫ്രം സെയിൽസ് റെപ്പ്. ഇപ്പം ഞാൻ കണ്ടീഷൻ ഒന്നും കൊടുക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് ഒരു ഓർഡറിന്റെ ബേസിൽ ഓർഡർ ബൈ എന്ത് ഓർഡർ ബൈ കൊടുക്കണം? സെയിൽസ് കൊടുക്കുക. ഓർഡർ ബൈ സെയിൽസ്. അപ്പോൾ സെയിൽസിന്റെ ഓർഡറിൽ ഈ പറയുന്ന സെയിൽസ് റെപ്പിലെ എല്ലാ വാല്യൂസും പ്രിന്റ് ആവണം. യെസ്, നമ്മൾ കൊടുത്ത ഓർഡർ അല്ല, പകരം പുതിയൊരു ഓർഡറിങ്, ഒരു സോർട്ടിങ് ഇവിടെ വന്നു. എന്തിന്റെ ബേസിലാണ് സോർട്ടിങ് വന്നത്? വ്യക്തമായിട്ട് നോക്കിയാൽ അറിയാം. റെപ്പ് ഓഫീസിന്റെ ബേസിലാണോ? അല്ല, അതിപ്പോഴും മിക്സ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. കോട്ടയുടെ ബേസിലാണോ? അല്ല, അതും മിക്സ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. സെയിൽസിന്റെ ബേസിലാണ് ഓർഡറിങ് നടന്നിരിക്കുന്നത്. കാരണം ആ ക്വറി കാണുമ്പോൾ തന്നെ നമുക്കറിയാം, സെലക്ട് സ്റ്റാർ ഫ്രം സെയിൽസ് റെപ്പ് ഓർഡർ ബൈ സെയിൽസ്. അപ്പൊ സെയിൽസിനെ നമ്മൾ സോർട്ട് ചെയ്ത് അതിന്റെ ഓർഡറിൽ ബാക്കി ഡീറ്റെയിൽസും കൂടെ പ്രിന്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നു. അപ്പം സെയിൽസ് ശരിക്കും നോക്കിയാൽ അറിയാം അസെൻഡിങ് ഓർഡറിലാണ് ഈ സോർട്ടിങ് നടന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാക്കുക, ഓർഡർ ബൈ എന്ന് പറയുന്ന ക്ലോസിന്റെ ഡിഫോൾട്ട് ഓർഡറിങ് അസെൻഡിങ് ആണ്. ഡിഫോൾട്ട് ഓർഡറിങ് അസെൻഡിങ് ആണ്. ഇനി ജസ്റ്റ് ഒരു ആട്രിബ്യൂട്ട് മാത്രമല്ല, 2 ആട്രിബ്യൂട്ടിന്റെ ബേസിൽ നമുക്ക് ഓർഡർ ചെയ്യണം, സോർട്ട് ചെയ്യണം എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഓർഡർ ബൈ സെയിൽസ് കോമ കോട്ട. ഇവിടെ സെയിൽസിന്റെ ബേസിൽ ഓർഡർ ചെയ്യും, അതിനുശേഷം കോട്ടയുടെ ബേസിൽ ഓർഡർ ചെയ്യും. അല്ലെങ്കിൽ കോട്ട കോമ സെയിൽസ് കൊടുക്കാം. അതാകുമ്പോൾ കോട്ടയിൽ ഒത്തിരി കോമൺ ആട്രിബ്യൂട്ട്സ്, കോമൺ വാല്യൂസ് വരുന്നുണ്ടല്ലോ. കോമ സെയിൽസ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആദ്യം കോട്ടയുടെ ഓർഡറിൽ നമ്മൾ സോർട്ട് ചെയ്യും. നൾ വാല്യൂ ആബ്സെൻസ് ആയതുകൊണ്ട് അവരെ ഏറ്റവും മുകളിൽ കിടക്കും. അതാണ് അസെൻഡിങ് ഓർഡറിൽ വരുമ്പോൾ. കോട്ടയുടെ ഓർഡറിൽ സോർട്ട് ചെയ്തു. ഓക്കെ, 2 ലാഖിൽ ഒരാളെ ഉള്ളൂ. അത് കഴിഞ്ഞ് 2,75,000-ൽ 2 പേരുണ്ട്. അങ്ങനെ വരുമ്പോൾ അവരിൽ സെയിൽസിന്റെ ഓർഡറിൽ ഒരു സോർട്ടിങ് നടക്കും. അതാണ് കോട്ട കോമ സെയിൽസ് എന്ന് ഓർഡർ ബൈ കൊടുത്താൽ ആദ്യം കോട്ടയുടെ ഓർഡറിൽ സോർട്ടിങ് നടക്കും, അതിനുശേഷം സെയിൽസിന്റെ ഓർഡറിൽ സോർട്ടിങ് നടക്കും. അപ്പം 3,50,000 വരുന്ന 3 പേരുണ്ട്. അതിൽ തന്നെ സെയിൽസിന്റെ ഓർഡറിലാണ് വീണ്ടും സോർട്ടിങ് നടന്നിരിക്കുന്നത്. ഇതെല്ലാം അസെൻഡിങ് ഓർഡറിലുള്ള സോർട്ടിങ് ആണ്. നമുക്ക് ഒന്നോ ഒന്നിലധികമോ വാല്യൂസിന്റെ ആട്രിബ്യൂട്ട്സിന്റെ വാല്യൂസിന്റെ ബേസിസിൽ നമുക്ക് സോർട്ടിങ് നടത്താം. ഇനി സപ്പോസ് നമുക്ക് ഡിസെൻഡിങ് ഓർഡറിലായിരുന്നു സോർട്ടിങ് നടത്തേണ്ടത്. സെയിൽസിന്റെ അസെൻഡിങ് ഓർഡറിലല്ല, ഡിസെൻഡിങ് ഓർഡറിലാണ് ഇത് നടത്തേണ്ടതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? സെലക്ട് സ്റ്റാർ ഫ്രം സെയിൽസ് റെപ്പ് ഓർഡർ ബൈ സെയിൽസ്. ഇനി ഒരു കീവേഡും കൂടെ കൊടുത്താൽ മതി, DESC. ഇത് ഉദ്ദേശിക്കുന്നത് ഡിസെൻഡിങ് ഓർഡർ ആണ് എന്നാണ്. അപ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് വന്നത് കാണാം.
സെയിൽസിൻ്റെ ഡിസെൻഡിങ് ഓർഡറിൽ ലാർജസ്റ്റ് ഫസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ വാല്യൂസ് എല്ലാം പ്രിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ DESC എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ച ഡിസെൻഡിങ് ഓർഡറിൽ നമുക്ക് വാല്യൂസ് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓർഡർ ബൈ ക്ലോസിൻ്റെ യൂസേജ് ഏതെങ്കിലും ഒന്നോ ഒന്നിലധികമോ ആട്രിബ്യൂട്ട്സിൻ്റെ വാല്യൂസിനെ സോർട്ട് ചെയ്ത് ആ ബേസിൽ നമുക്ക് ഒരു റിസൾട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ സെഷനിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളും ക്ലിയർ ആയി. പാറ്റേൺ മാച്ചിങ്, നൾ വാല്യൂവിൻ്റെ ടെസ്റ്റിങ്, ഓർഡർ ബൈ ക്ലോസ്, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത്. ഇത് ക്ലിയർ ആയി എന്ന് കരുതുന്നു. നമുക്ക് തൽക്കാലം ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.